ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വാർണിംഗ് സൈൻസ് ഓഫ് സ്ട്രോക്ക്. സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം. വളരെ സിമ്പിളാക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു വശം തളർന്നു പോവുക, അതാണ് സ്ട്രോക്ക്. ഇന്ന് ഒരുപാട് സ്ട്രോക്ക് കേസുകൾ വളരെയധികം കൂടുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ളൊരു വ്യക്തിക്ക്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസിലുള്ളൊരു വ്യക്തി, നമ്മുടെ യാത്രക്കിടയിലുള്ള ഒരാൾക്ക്, നമ്മുടെ വീട്ടിനുള്ളിലൊരാൾക്ക്, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്കായിക്കോട്ടെ സ്ട്രോക്കാണ് വരുന്നത് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, മനസ്സിലാക്കാം? അതിനായിട്ടുള്ള 6 ലക്ഷണങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ആദ്യത്തേത്, അതിനെ ചുരുക്കി നമുക്ക് ബി ഫാസ്റ്റ് എന്ന് പറയാം. ബി ഫോർ ബാലൻസ്, ലോസ് ഓഫ് ബാലൻസ്, ആ വ്യക്തിയുടെ ബാലൻസ് തെറ്റുക. ഇ ഫോർ ഐ ഡ്രോപ്പിംഗ്, കണ്ണ്, ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ കണ്ണ് താഴ്ന്നു പോവുക. എഫ് ഫോർ ഫേഷ്യൽ ഡീവിയേഷൻ, മുഖം ഒരു വശത്തേക്ക് കോണൽ. എ ഫോർ ആം ഡ്രിഫ്റ്റ്, കൈകൾ ഉയർത്തിപ്പിടിക്കാൻ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിക്കാൻ പറയുമ്പോൾ കൈ താഴ്ന്നു പോവുക. ആം ഓർ ലെഗ് വീക്ക്നെസ്. അടുത്തത് എസ്. എസ് ഫോർ സ്പീച്ച് ഇമ്പയർമെൻറ്റ്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക. അടുത്തത് ടി. ടി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ടൈം. എത്രയും പെട്ടെന്ന് തന്നെ ആ വ്യക്തിയെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. 3 മണിക്കൂറിനുള്ളിൽ സ്ട്രോക്ക് ബാധിച്ചൊരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ആ വ്യക്തി ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് വരുന്നതാണ്. അപ്പോൾ ടി ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എത്രയും പെട്ടെന്ന് തന്നെ ആ വ്യക്തിയെ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ച് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.